നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ പട്ടാമ്പി കുന്നംകുളം റോഡിലുള്ള ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ സ്ഥാപനത്തിനാണ്. ഇവിടുത്തെ ഒരു ചികിത്സാ രീതി ആയുർവേദത്തിന്റെ തനിമ നഷ്ടപ്പെടാതെ അതിന്റെ പരിപൂർണമായിട്ടുള്ള ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചികിത്സാ രീതി മുന്നോട്ട് പോകുന്നത്. കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയും അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ എല്ലാവിധ ചികിത്സാ മേഖലകളിലും കൂടി വളരെ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനം അതിന്റെ മാനേജിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും പഞ്ചകർമ്മ ചികിത്സാ വിദഗ്ധനും കൂടിയിട്ടുള്ള ഡോക്ടർ സജീവ് സാറാണ് ഇതിന്റെ ഇന്നത്തെ അതിഥി. ഡോക്ടർ സജീവ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ജീവനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അതുപോലെ തന്നെ ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ, അഞ്ജനം നേത്ര ചികിത്സാലയം, ഇതിന്റെ മൂന്നിന്റെയും മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു 3 പ്രസ്ഥാനങ്ങളുടെയും ആ ഒരു വിജയം വിരുന്നിന്റെ പ്രേക്ഷകരുമായിട്ട് അല്പസമയം പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സകളും ചികിത്സാ രീതികളും അദ്ദേഹത്തിന്റെ ചികിത്സാ ജീവിതത്തിലുള്ള അനുഭവങ്ങളുമൊക്കെ വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായിട്ട് അല്പസമയം പങ്കുവെക്കാൻ അദ്ദേഹം ഒരു നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ സജീവ് സാറിനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മളൊരു 3 പ്രസ്ഥാനങ്ങൾ, കാരണം കണ്ണിന്റെ ചികിത്സയ്ക്കായി മാത്രം അഞ്ജനം, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സ എല്ലാ മേഖലയിലും കൂടി കടന്നു പോകുന്ന ജീവനം ആയുർവേദ, അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ജീവിതമാർഗമാകുന്ന ഒരു കോഴ്സ്, അതും ആയുർവേദ നഴ്സിംഗ് കോഴ്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ പഠനം പൂർത്തിയാക്കി പല ഹോസ്പിറ്റലുകളിലും പല മേഖലകളിലും വിദേശ രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറെ, ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിയത്? ആദ്യകാല ഓർമ്മകൾ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. പറയൂ. നമസ്കാരം. ഞാൻ ഡോക്ടർ സജീവ്. ഞാൻ പഠനത്തിന് ശേഷം ചെറുതുരുത്തിയിലുള്ള പഞ്ചകർമ്മ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് സെൻറ്ററിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ട് 5.5 വർഷത്തോളം ജോലി ചെയ്യാനുണ്ടായത്. ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കാരണം അതിനുശേഷം ഞാൻ തുടങ്ങിയതാണ് ജീവനം ആയുർവേദ നഴ്സിംഗ് ഹോം. അത് കറുകുത്തൂർ എന്നുള്ള ഒരു ചെറിയ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഞാനും എൻ്റെ വൈഫും അവിടെ ജോലി ചെയ്തിരുന്നു. അതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറിയപ്പോഴാണ് ഞങ്ങൾ അഞ്ജനം എന്ന കണ്ണിൻ്റെ ഒരു ആശുപത്രി സ്റ്റാർട്ട് ചെയ്തത്. അതും നല്ലപോലെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ആയുർവേദ രംഗത്ത് എല്ലാവർക്കും പ്രയോജനമാകുന്ന ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. അത് നല്ല രീതിയിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അത് ജീവനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നുള്ള പേരിലാണ് നടന്നു വരുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നത്. ജീവനം ആയുർവേദ നഴ്സിംഗ് ഹോം, ആയുർവേദത്തിലൂന്നി എല്ലാ ചികിത്സകളും ലഭ്യമാകുന്ന ഒരു പ്രസ്ഥാനം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ഡോക്ടറിനെ തേടി എത്തുന്ന രോഗികളുടെ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ തേടിയാണ് സാധാരണയായി എത്താറുള്ളത്? നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ജീവനം ആയുർവേദ നഴ്സിംഗ് ഹോം പ്രധാനമായും വാതരോഗങ്ങളുള്ള ആളുകളെയാണ് ചികിത്സിച്ചിരുന്നത്. സാധാരണ ആയുർവേദത്തിൽ അധികം വരുന്നത് വാതരോഗങ്ങൾ, അതായത് മുട്ടുവേദന, തണ്ടിൽ വേദന, ഒരു സൈഡ് പാരലൈസിസ് തുടങ്ങിയ അസുഖങ്ങളാണ്. പിന്നെ കൂടാതെ സോറിയാസിസ് പോലുള്ള സ്കിൻ ഡിസീസുകൾ, ഇതൊക്കെയാണ് ധാരാളം ആയുർവേദത്തിൽ വരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ സാധാരണ രീതിയിൽ കിട്ടിയിരുന്നു. ഞങ്ങൾ നല്ലപോലെ സക്സസ്ഫുൾ ആയിട്ട് കുറേ പേരെ ചികിത്സിക്കാനും അസുഖങ്ങൾ മാറ്റാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും അത് നല്ലപോലെ നടന്നു വരുന്നുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ അഞ്ജനം കണ്ണിൻ്റെ ചികിത്സയിലേക്ക് കടന്നത്. അതിന് സ്പെഷ്യലിസ്റ്റായുള്ള ഡോക്ടേഴ്സ് വേറെ വരുന്നുണ്ട് ഞങ്ങളെ രോഗികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും നല്ലൊരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ട് പലർക്കും കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതിനും പല കണ്ണിൻ്റെ മാറാത്ത, അലോപ്പതിയിൽ പോലും മാറാത്ത പല അസുഖങ്ങളും മാറുന്നതിനും ഇത് സഹായമായിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ അടുത്ത സംരംഭം എന്ന് പറഞ്ഞത് ജീവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അതിൽ ഒരു ബാച്ചിൽ ഒരു 50-100 കുട്ടികൾക്ക് പഠന സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് ഞങ്ങൾ സ്കോളർഷിപ്പോട് കൂടി ഒരു ഫ്രീ കോഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങളത് നൽകി വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് പെയ്ഡ് കോഴ്സായിട്ടും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പലർക്കും വിദേശത്തും സ്വദേശത്തും
ജോലി നമ്മളുള്ള കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു സംരംഭം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ആയുർവേദ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ച് ഡോക്ടർ പറയുകയുണ്ടായി. ജീവനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഈ ഒരു സെന്ററിലേക്കുള്ള ഒരു പ്രവേശന രീതി, നമ്മുടെ അഡ്മിഷൻ്റെ രീതികൾ, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ഒരു അഡ്മിഷൻ രീതികളെ കുറിച്ചൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറയും. ഇവിടെ അഡ്മിഷനായിട്ട് 4-5 കോഴ്സുകളാണ് നമ്മൾ പ്രധാനമായി നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ കോഴ്സാണ് ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ തെറാപ്പി എന്നുള്ളത്. ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സാണ്, 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുന്നവർക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് ജോലിയുടെ ഒപ്പം തന്നെ വരുമാനം ഇവർക്ക് ലഭിക്കും. അപ്പോൾ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇത് വളരെ വലിയൊരു അനുഗ്രഹമാണ്. കൂടാതെ തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ഞങ്ങൾ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം അവർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ഫീസ് അടയ്ക്കാം. അത് നല്ലൊരു, സത്യത്തിൽ നമ്മളൊരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യോഗ്യത എങ്ങനെയാണ് ഡോക്ടർ അത് കണക്കാക്കുന്നത്? നമ്മൾ സാധാരണ ഈ ഒരു ആയുർവേദ നഴ്സിംഗ് കോഴ്സിന് വേണ്ട യോഗ്യത അതിനെക്കുറിച്ച് പറയും. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സാണ് ഇതിന് വേണ്ടത് യോഗ്യതയായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡിപ്ലോമ കോഴ്സ് 1 ഇയർ ആണ്. കൂടാതെ അടുത്ത ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫാർമസി ഒരു കോഴ്സുണ്ട്, ആയുർവേദ ഫാർമസിയുടെ കോഴ്സ് 1 ഇയർ ഡിപ്ലോമ ഉണ്ട്. കൂടാതെ സ്പാ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. കൂടാതെ കളരി മർമ്മ ചികിത്സ, ഒഴിച്ചിൽ എന്ന് തുടങ്ങിയ പലതരം കോഴ്സുകൾ നമ്മൾ വേദത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ എല്ലാവിധ ഇതും നമ്മൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് ഡോക്ടർ ഈ ഒരു സ്ഥാപനത്തിൽ കൂടി നമ്മളിലേക്ക് എത്തുന്നവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ രോഗങ്ങളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളുടെ ബുദ്ധിമുട്ടിലേക്ക് കിടന്നു കഴിഞ്ഞാൽ സാധാരണയായി കണ്ടുവരാറുള്ള ഡെസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ടായിരിക്കും. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം അതിനകത്ത് ഉണ്ടാകും. അതിനൊരു ചികിത്സാ രീതി എങ്ങനെയാണ് ഡോക്ടർ അത് കൈകാര്യം ചെയ്യുന്നത്? ഇതിന് പ്രത്യേകിച്ച് നമ്മൾ രോഗിയുടെ അവസ്ഥ, ശരീരത്തിലെ നേർക്കെട്ട് എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടി വരുന്ന പല കേസുകളും നമ്മൾ നേരെയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനമായും നമ്മുടെ സെന്റർ കൈകാര്യം ചെയ്യുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് സക്സസ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ചികിത്സകൾ ഏതൊക്കെയാണ്? പല അസുഖങ്ങൾക്കും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞാൽ ചികിത്സിക്കാൻ പറ്റും. ഉദാഹരണം മൈഗ്രെയിൻ വളരെ ബുദ്ധിമുട്ടുള്ള പല അസുഖങ്ങളുണ്ട്. അലോപ്പതി പോലും ചികിത്സ മാറാത്ത പല രോഗികൾക്കും ഇവിടെ വന്നിട്ട് 100% എനിക്കിപ്പോഴും പറയാൻ പറ്റും പൂർണ്ണമായിട്ട് അവരെ അസുഖം മൈഗ്രെയിനിലെ. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മെഡിസിൻ, അതിൻ്റെ മരുന്നുകളൊക്കെ നമ്മൾ പുറത്തുനിന്നും കളക്ട് ചെയ്ത് ഉപയോഗിക്കണം, അതോ നമ്മൾ സ്വയമേ തയ്യാറാക്കുന്നതാണ്? അത് നമ്മൾ സ്വയമേ തയ്യാറാക്കുന്ന മരുന്നുകളാണ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ശ്വാസം മുട്ട്, അത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 90% നമുക്കത് സക്സസ് റേറ്റ് പറയാൻ പറ്റും. പല COPD പോലുള്ള അസുഖങ്ങൾക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. സോറിയാസിസ്, ത്വക്ക് രോഗമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സോറിയാസിന് വളരെ മികച്ച റിസൾട്ടാണ് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് പല ചികിത്സ, ആയുർവേദത്തിൻ്റെയും അതുപോലെ തന്നെ അലോപ്പതിയുടെയും ഒക്കെ പല തരത്തിലുള്ള ചികിത്സകൾ തേടി പരാജയപ്പെട്ടതിന് ശേഷവും താങ്കളിലേക്ക് എത്തി അതിന് കൃത്യമായ റിസൾട്ട് കൊടുക്കാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സോറിയാസിന് അതിനൊരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് രീതി തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചികിത്സ എങ്ങനെയാണ്? അതിൻ്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയൂ. സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖം കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റുകയാണെങ്കിൽ 2-3 വർഷത്തെ നിരന്തര പരിശ്രമം കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ രോഗികൾ അതിൻ്റെതായ പഥ്യം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ചികിത്സ. ഈ ഒരു രോഗത്തിന് കൃത്യമായിട്ടുള്ള പഥ്യവും ആവശ്യമാണല്ലേ? പഥ്യം ആയുർവേദത്തിന് പ്രത്യേകിച്ച് നമുക്ക് പഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ അത് അസുഖങ്ങൾക്കനുസരിച്ച് അവർ നിഷ്ഠിക്കേണ്ട ചില മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ജീവചര്യ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെയാണ്. അതൊരു ബുദ്ധിമുട്ടായിക്കോളുന്നില്ല. പലപ്പോഴും ചിലർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും. നമ്മളെ സാധാരണ ജീവിതചര്യയിൽ നിന്നാണല്ലോ പല അസുഖങ്ങളും വരുന്നത്. പക്ഷെ അത് നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഈവൻ പ്രമേഹം അടക്കം നമുക്ക് ഒരു മരുന്നില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് പല രോഗികൾക്കും അറിയാത്ത കാരണമാണ് അവർ മരുന്നിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ സാധാരണയായി നമ്മുടെ പ്രോഗ്രാമിൽ ആയുർവേദ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആയുർവേദ ആചാര്യന്മാരൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ടിരിക്കുമ്പോൾ പ്രധാനമായി അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ. കാരണം കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് ആയുർവേദത്തിൽ അതിന് വളരെ മികച്ച ചികിത്സ കിട്ടുന്ന ഒരിടം ആയുർവേദം തന്നെയാണ്.
ഡോക്ടർക്ക് എന്താണ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആയുർവേദം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ജീവിതചര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ദിനചര്യ, ഋതുചര്യ എന്ന് തുടങ്ങിയ അധ്യായങ്ങളിലൂടെയാണ് അത് കടന്നു പോകുക. ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ, അതായത് ജീവിതം എങ്ങനെ, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു ദിവസം എങ്ങനെ ജീവിക്കണം എന്നാണ് ദിനചര്യ. ഒരു ഋതുക്കളിൽ എങ്ങനെ, ഒരു ഋതു അല്ലെങ്കിൽ ഒരു സീസണിൽ എങ്ങനെ ജീവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും, കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ ഓരോ ഋതുക്കളിലും ശരീരത്തിലുണ്ടാകുന്ന മാറ്റത്തെ അവർ മുൻകൂട്ടി കണ്ട് എങ്ങനെ അതിനെ തടയാം എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി പ്രതിപാദിക്കുന്നതാണ് ഈ ഋതുചര്യ എന്ന് പറയുന്ന ഒരു അധ്യായം. ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിലും വ്യത്യാസപ്പെട്ട് ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം, വിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇതിനെ കുറിച്ചിട്ട് സമഗ്രമായിട്ടുള്ളൊരു പഠനം തന്നെയാണ് ആയുർവേദം. ഇത് ഒരു വാക്കിൽ നമുക്ക് പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നീട് അവസരത്തിൽ നമുക്കത് അങ്ങനെ പ്രതിപാദിക്കാം. തീർച്ചയായിട്ടും അത് തന്നെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് ടൈം കഴിയാതെ വരും. തീർച്ചയായിട്ടും അത് നല്ലൊരു തീരുമാനത്തിലേക്ക് ഡോക്ടർ എത്തിയിരിക്കുകയാണ്. ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആയുർവേദത്തെ നമ്മൾ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാളും കൂടുതൽ ആയുർവേദത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയുർവേദ ചികിത്സ തേടി നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ നാട്ടിലുള്ള യുവതലമുറയോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യൂത്തിനോട് ഈ ഒരു ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് താങ്കളുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. ഈ ആയുർവേദത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൽ നമ്മളെ പുതുതലമുറയ്ക്ക് ആയുർവേദത്തിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിവുകളില്ല. സാധാരണ നമുക്ക് കാണുന്ന പല മരുന്നുകളെ കുറിച്ചോ കച്ചല മരുന്നുകളോ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചിട്ടും യാതൊരു അറിവും പുതുതലമുറയ്ക്കില്ല. അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിദ്യാഭ്യാസവും നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ നമ്മുടെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തുകയോ അതിന് വേണ്ട കാര്യങ്ങളോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കണം പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പിന്നെ അലോപ്പതിയുടെ അതിപ്രസരം ഇതും കൂടി ആകുമ്പോൾ ഇങ്ങനൊരു ചികിത്സ ഉണ്ടോ എന്ന് പോലും ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു വിഷചികിത്സ എന്ന് പറയുകയാണ്. അപ്പോൾ പണ്ട് വൈദ്യന്മാരുണ്ടായിരുന്നു, പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പം ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും ചികിത്സിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ആൾക്കാർ ചിന്തിച്ചോളും. അപ്പോൾ അതുപോലെ തന്നെ ആയുർവേദത്തിലേക്കും ആളുകൾ കടന്നു വരുന്നത് വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പല ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പണ്ട് കാലത്ത് നമ്മൾ കഴിക്കുന്ന കുരുമുളക് കഷായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ പ്രയോഗങ്ങൾ കൊണ്ട് മാറുന്ന അസുഖങ്ങൾ പോലും ഇന്ന് ആയുർവേദം വിട്ടിട്ട് നേരെ പോയി ഡോക്ടറെ കാണുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. എന്നിട്ട് അനാവശ്യമായുള്ള പല സ്റ്റിറോയിഡുകളുടെ ഉപയോഗം, ഇതൊക്കെയാണ് നമുക്ക് പല അസുഖങ്ങളിലേക്കും വഴിവെക്കുന്നത്. നമ്മുടെ ജനതയുടെ, പ്രത്യേകിച്ച് കേരള ജനതയുടെ ആരോഗ്യത്തിന് ഭയങ്കര വിപരീതമായി ബാധിക്കുന്നതിന് കാരണം. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, അത് നമ്മുടെ മണ്ണിന്റെ ശാസ്ത്രമാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം, തിരിച്ചു വരണം, ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ ലോകരാജ്യങ്ങളെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇതിന് വളരെ ഒരു പിന്തുണ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായും ആയുർവേദത്തിന് ലഭിക്കുകയാണെങ്കിൽ ഇതിന് മിറാക്കിൾസ് ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ അനുഭവമാണ്. ഇത് ഞാനൊരു റിസർച്ച് ഓഫീസറിനും കൂടി ആയിരുന്നു. എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പറയുന്നത്. അതിന് രീതിയിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി ആയുർവേദ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യാണ്. ഈ കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശരീരം അനങ്ങുന്ന പോലുമില്ല. ശരീരത്തിൽ മാലിന്യങ്ങൾ, വിഷങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനൊക്കെ സൗകര്യമായിട്ട് നിങ്ങൾ കർക്കിടകത്തിലൊക്കെ വന്ന് ഞങ്ങളുടെ സെൻ്ററുകളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല റൂംസ്, കൃത്യമായിട്ടുള്ള അതിനുള്ള അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഞങ്ങളുടെ മാസേഴ്സ് ഉണ്ട്. കൂടാതെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സും ഇവിടെ ഉണ്ട്. നിങ്ങൾ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പുതിയ ഒരു അധ്യായം നമുക്ക് തുടങ്ങുകയും ചെയ്യാം. ശരീരത്തിന് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരത്തെ നമുക്ക് കിട്ടും, മാറ്റിയെടുക്കാൻ സാധിക്കും. വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തുന്ന, നമ്മുടെ ഇവിടെ കിടക്കുന്ന പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ഹോംലി ഫുഡ്, അവരുടെ രോഗങ്ങൾക്കനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫുഡും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. ഹോട്ടൽ ഫുഡ് ഇപ്പം ദൂരദേശത്തൊക്കെ വരുന്നവർക്കാണെങ്കിൽ
അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമേ ഇല്ല. കൃത്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും നമ്മുടെ ജീവനത്തിൽ ലഭ്യമാണ്. അതെ, നല്ല റൂം, ആഹാരം, നല്ല ട്രീറ്റ്മെന്റ്, ഇത് ഇവിടുന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും ഏതൊരു വ്യക്തിയുടെയും വിജയത്തിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയുടെ സപ്പോർട്ട്, അവരുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ വലുതായിരിക്കണം. കാരണം ഡോക്ടറിൻ്റെ ഈ ഒരു ചികിത്സാ ജീവിത വിജയം എത്തി നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് താങ്കൾക്ക് എത്രമാത്രം ഈ ഒരു യാത്രയിൽ അത് ബലമായിട്ട് കിട്ടിയിട്ടുണ്ട്? എന്താണ് ഓൺ ഫാമിലിയെ കുറിച്ച് പറയാനുള്ള അവരുടെ വിശേഷങ്ങൾ? എൻ്റെ വൈഫും ഡോക്ടർ തന്നെയാണ്, ഡോക്ടർ അജീഷ. അവർ ഈ സംരംഭത്തിൽ എന്നോടൊപ്പം ആദ്യം മുതലേ ഉണ്ട്. വളരെ 100% അവർ സമർപ്പണത്തോട് കൂടിയിട്ട് അവർ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഒരു വിജയത്തിന് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ നമ്മുടെ ഈ ഒരു വിജയത്തിൽ അത് വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സാമീപ്യം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഡോക്ടർ, ഇനി ഉള്ള അഞ്ജനത്തിൻ്റെയും അതുപോലെ ജീവനത്തിൻ്റെയും ഒക്കെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, താങ്കളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ്? ഏത് മേഖലയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലാണ് താങ്കൾ ഇപ്പോൾ ഇരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ മാത്രമല്ല, വളാഞ്ചേരി ഞങ്ങൾ ജീവന ആയുർവേദ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ കുട്ടികൾക്കുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഷൊർണൂർ ഇപ്പോൾ പുതിയത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ ചികിത്സാലയം എന്ന പേരിൽ. കൂടാതെ മാവേലിക്കരയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ ഒരു ജില്ലകളിലും ഓരോ ബ്രാഞ്ച് എന്നതാണ് ഇന്നെൻ്റെ സ്വപ്നം. വളരെയധികം സന്തോഷം ഡോക്ടർ സജീവ് സാർ. കാരണം താങ്കളുടെ ഈ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു സ്വപ്നം എല്ലാ ജില്ലകളിലും ജീവനത്തിൻ്റെ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ കൂടി നമ്മളെ തേടിയെത്തുന്ന, അവർ ആഗ്രഹിച്ചെത്തുന്ന അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചെത്തുന്നതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റിസൾട്ട് കൃത്യമായിട്ട് കൊടുക്കാനും താങ്കൾക്ക് കഴിയട്ടെ, താങ്കളുടെ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ. ജീവനം ലോകമറിയപ്പെടുന്ന ഒരു ആയുർവേദ ബ്രാൻഡായി മാറട്ടെ എന്ന് വിരുന്നിൻ്റെ ടീമും ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി വിരുന്നിൻ്റെ ഈ ഒരു ഫ്ലോറിനെ ധന്യമാക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.